Next നോക്കാൻ പോകുന്നത് ലെക്സിക്കൽ അനാലിസിസ് ഫേസ്. അപ്പോൾ നമ്മൾ പറഞ്ഞു there are 6 phases of a compiler എന്ന് പറഞ്ഞു അല്ലേ. ഫസ്റ്റ് വൺ ലെക്സിക്കൽ അനലൈസർ പറഞ്ഞു, സെക്കൻഡ് വൺ എന്ന് പറയുന്നത് സിന്റാക്സ് അനാലിസിസ്, തേർഡ് വൺ സെമാന്റിക് അനാലിസിസ്, ഫോർത്ത് വൺ കോഡ് ഒപ്റ്റിമൈസേഷൻ ഇന്റർമീഡിയറ്റ് കോഡ്, പിന്നെ ഫിഫ്ത്ത് വൺ കോഡ് ഒപ്റ്റിമൈസേഷൻ, സിക്സ്ത് വൺ കോഡ് ജനറേഷൻ എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ അതിൽ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നതെന്ന് പറയുന്നത് അതായത് നമ്മുടെ കമ്പൈലർ ഡിസൈനിൽ ഓരോ ഫേസും നമുക്ക് ഓരോ മോഡ്യൂളിലായിട്ടാണ് നമ്മൾ സ്പ്ലിറ്റ് അപ്പ് ചെയ്തേക്കുന്നത്. അതാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ ആണ് ഞാൻ ഈ പറഞ്ഞ ലെക്സിക്കൽ അനാലിസിസ്. അപ്പൊ ലെക്സിക്കൽ അനാലിസിസിന്റെ അകത്ത് കുറച്ച് സബ് ടോപ്പിക്സ് ഉണ്ട്, ഒരു 3-4 സബ് ടോപ്പിക്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് റോൾ ഓഫ് ലെക്സിക്കൽ അനലൈസർ. അതായത് ആക്ച്വലി ഈ ലെക്സിക്കൽ അനലൈസറിന്റെ റോൾ എന്താണെന്ന് നോക്കാം. അപ്പൊ നമുക്കറിയാം ഈ ലെക്സിക്കൽ അനലൈസറിന്റെ റോൾ എന്താണ്. മെയിൻ എയിം എന്ന് പറയുന്നത് എന്താണ്? ടു കൺവേർട്ട് ജനറൽ ലാംഗ്വേജ് അല്ലെ, അതായത് നമ്മുടെ ഹൈ ലെവൽ ലാംഗ്വേജ് ഇൻടു സ്ട്രീം ഓഫ് ടോക്കൺസ് ആണ് അല്ലെ. സ്ട്രീം ഓഫ് ടോക്കൺസ് ആണ്. അത് നമ്മൾ നേരത്തെ തന്നെ ലെക്സിക്കൽ അനാലിസിസ് ഫേസ് പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ക്ലിയർലി അത് മെൻഷൻ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇതിന് ഒരു ബ്ലോക്ക് ഡയഗ്രാം ഉണ്ട്. ആ ബ്ലോക്ക് ഡയഗ്രാം നോക്കാം. ബ്ലോക്ക് ഡയഗ്രാം എന്ന് പറയുന്നത് ഇത് ലെക്സിക്കൽ അനലൈസർ. ഓക്കെ, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പാഴ്സർ. ഇത് ഒരു പാഴ്സർ. ഓക്കെ, പിന്നെ ഇത് സിമ്പിൾ ടേബിൾ. ഓക്കെ, അപ്പൊ ഈ ലെക്സിക്കൽ അനലൈസറിലേക്ക് നമ്മൾ സോഴ്സ് ലാംഗ്വേജ്, സോഴ്സ് ഇൻപുട്ട് കൊടുക്കുവാണ്. സോഴ്സ് പ്രോഗ്രാം ഇൻപുട്ട് കൊടുത്തു. പിന്നെ ഈ ലെക്സിക്കൽ അനലൈസറിന് ടൂയും ഫ്രമും ഉണ്ട്. ഓക്കെ, നമ്മൾ ഈ ലെക്സിക്കൽ അനലൈസറിൽ നിന്ന് കൊടുക്കുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഒരു ടോക്കൺ ആണ് അല്ലെ. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഒരു സ്ട്രീം ഓഫ് ടോക്കൺസ് ആണ് കൊടുക്കുന്നത്. ഇനി ഈ പാഴ്സർ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഫേസിലാണ് പാഴ്സർ എന്ന് പറഞ്ഞത്. ഇവിടെ നിന്നാണ് നമ്മൾ ഔട്ട്പുട്ട് ചെയ്യുന്നത്. ഇനി ഇവിടെ സിമ്പിൾ ടേബിളിൽ രണ്ടുപേരുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഇവിടെ നിന്ന് തിരിച്ച് ഫ്രം പോകുന്ന എന്താന്ന് വെച്ചാല് ഈ ഫ്രം പോകുന്നത് ഗെറ്റ് നെക്സ്റ്റ് ടോക്കൺ ആണ്. ഗെറ്റ് നെക്സ്റ്റ് ടോക്കൺ. അപ്പോ ആദ്യം സോഴ്സ് പ്രോഗ്രാം, പിന്നെ ടോക്കൺ, ഗെറ്റ് നെക്സ്റ്റ് ടോക്കൺ, പിന്നെ പാഴ്സറിൽ നിന്ന് ഔട്ട്പുട്ട്. ഇതെന്തോ ആയിക്കൊണ്ട് പോട്ടെ, അത് നിങ്ങൾക്ക് അറിയേണ്ട കാര്യമില്ല. അതായത് പാഴ്സറിന്റെ ഔട്ട്പുട്ട് എന്താണോ ചെയ്യുന്നത്. അപ്പം ലെക്സിക്കൽ അനലൈസറിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത് സോഴ്സ് പ്രോഗ്രാം ആണ്. ഇവിടെ നിന്ന് നമുക്ക് ഔട്ട്പുട്ട് കിട്ടുന്നത് ടോക്കൺ ആണ്. സപ്പോസ് ഇൻ കേസ് ഇഫ് ദർ ഇസ് നോ ടോക്കൺ പ്രൊഡ്യൂസ്, ദെൻ വാട്ട് വിൽ ബി ദ എന്തായിരിക്കും അവിടുത്തെ തിരിച്ചുള്ള മെസ്സേജ് എന്ന് പറഞ്ഞാൽ ടു ഗെറ്റ് ദ നെക്സ്റ്റ് ടോക്കൺ. പാഴ്സർ പറയാണ് നെക്സ്റ്റ് ടോക്കൺ നിങ്ങൾ വിളിച്ചിട്ട് വരിക എന്ന് പറഞ്ഞിട്ട് തിരിച്ച് നമ്മൾ ലെക്സിക്കൽ അനലൈസറിലേക്ക് തിരിച്ചൊരു കമാൻഡ് കൊടുക്കുകയാണ്. ഇനി ഞാൻ നേരത്തെ നമ്മുടെ ഈ പറഞ്ഞ ഫേസ് ഓഫ് എ കമ്പൈലർ പറഞ്ഞപ്പോൾ പറഞ്ഞു ഈ സിമ്പിൾ ടേബിൾ എല്ലാവരുമായിട്ടും കണക്റ്റഡ് ആണ് അല്ലെ. സിമ്പിൾ ടേബിളിന്റെ യൂസേജ് ഞാൻ നേരത്തെ പറഞ്ഞതാണ്. എന്താണ്? ഇതുപോലെയുള്ള എല്ലാ കേസസും, അതായത് നമ്മുടെ ഇപ്പോൾ ഐഡന്റിഫയർ ആയാലും എന്തെങ്കിലും ലിറ്ററൽ ആയാലും ടോക്കൺ ആയാലും എല്ലാം നമ്മൾ ഒരു അറേ ഡേറ്റ സ്ട്രക്ചർ പോലെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു സ്റ്റാക്ക് പോലെയൊക്കെ നമ്മളൊരു ഡേറ്റ സ്ട്രക്ചർ ഫോം ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഒരു സിമ്പിൾ ടേബിൾ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അങ്ങനെ ഇപ്പൊ സിമ്പിൾ ടേബിൾ കണക്ട് ചെയ്യുന്ന പറഞ്ഞു. അപ്പൊ ഈ ഫേസിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ സ്ട്രീം ഓഫ് ടോക്കൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാവുന്നതാണ്. അപ്പൊ ഇവിടെ ഈ ലെക്സിക്കൽ അനലൈസർ ചെയ്യുന്ന കുറച്ച് ഇമ്പോർട്ടന്റ് ടാസ്ക് ഉണ്ട്. അത് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ടാസ്ക് ഓഫ് എ ലെക്സിക്കൽ അനലൈസർ നോക്കാം. ടാസ്ക് ഓഫ് ലെക്സിക്കൽ അനലൈസർ. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഈ ലെക്സിക്കൽ അനലൈസറിന്റെ ഇമ്പോർട്ടന്റ് ടാസ്ക് എന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ടാസ്ക് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായി ഇത് ഫസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് റിമൂവൽ ഓഫ് കമന്റ്സ് ആണ്. അതായത് ഇപ്പൊ നമ്മൾ ഈ ഡബിൾ സ്ലാഷ് ഇട്ട് കമന്റ് എഴുതുന്നില്ല, ആ കമന്റിനെ എല്ലാം ലെക്സിക്കൽ അനലൈസർ റിമൂവ് ചെയ്തേക്കും. അപ്പോൾ ഫസ്റ്റ് വൺ റിമൂവൽ ഓഫ് കമന്റ്സ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് കമന്റ്സിനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കേസ് കൺവേർഷൻസ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്റിനെ ഫ്ലോട്ട് ആക്കുക, ഫ്ലോട്ടിനെ ഡബിൾ ആക്കുക, അങ്ങനെയുള്ള കേസ് കൺവേർഷൻസ് ഒന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇതിന്റെ അത് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ നമുക്ക് അപ്പർ കേസ് ടു ലോവർ കേസ്, അത് നമ്മൾ ഈസ് ടു അപ്പർ കൊടുക്കുന്നതല്ല, നമുക്ക് അല്ലാതൊരു കൺവേർഷൻ്റെ അത് നടക്കാൻ പറ്റത്തില്ല. അതാണ് കേസ് കൺവേർഷൻസ് പറ്റത്തില്ല. ആൻഡ് ദ തേർഡ് വൺ ഇസ് റിമൂവൽ ഓഫ് വൈറ്റ് സ്പേസ്. റിമൂവൽ ഓഫ് വൈറ്റ് സ്പേസ് അത് നിങ്ങൾ ഓൾറെഡി തന്നെ കണ്ട കാര്യമാണ് അല്ലെ.
കാരണം നമ്മളിപ്പോ നേരത്തെ ഒരു പ്രിന്റ് എഫിന്റെ ഒരു കേസ് പറഞ്ഞായിരുന്നു. അപ്പൊ അതിൽ നമ്മൾ വൈറ്റ് സ്പേസ് കൗണ്ട് ചെയ്യുന്നുണ്ടോ? ഇല്ല അല്ലെ, ഓരോ ടോക്കൺസ് മാത്രമാണ് കൗണ്ട് ചെയ്തത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ എക്സ് ഇസ് ഈക്വൽ ടു വൈ പ്ലസ് സി, ഇതിന് നമ്മൾ എങ്ങനെയാ കൺവേർട്ട് ചെയ്ത്? എക്സ് ഒരു ഐഡന്റിഫയർ, ഈക്വൽ ടു ഒരു ഐഡന്റിഫയർ, വൈ 1 പ്ലസ് ഒരു ഐഡന്റിഫയർ സി. ഇതിന്റെ ഇടയ്ക്ക് കുറച്ച് വൈറ്റ് സ്പേസ് ഇട്ടാൽ പോലും എന്ത് ചെയ്യത്തില്ല, അതിന് നമ്മൾ കൗണ്ട് ചെയ്യത്തില്ല. അപ്പോൾ അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള വേറൊരു ടാസ്ക്, വൈറ്റ് സ്പേസിനെ എന്ത് ചെയ്യുക, കളയുക. And the fourth one is interpretation of compiler directives. Interpretation of compiler directives. അപ്പോൾ കമ്പൈലർ ഡയറക്റ്റീവ്സ് എന്ന് വെച്ചാൽ നമുക്കറിയാമല്ലോ, ഡയറക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾ ഓൾറെഡി സി പ്രോഗ്രാംസിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഇന്റർപ്രിട്ടേഷൻ കൊടുക്കുക എന്നുള്ളത് നമ്മൾ എവിടെ ചെയ്യുന്നുണ്ട്? ലെക്സിക്കൽ അനാലിസിസിൽ ചെയ്യുന്നുണ്ട്. പിന്നെ ദ ഫിഫ്ത് വൺ, അതായത് ദ മെയിൻ ടാസ്ക് എന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ സിമ്പിൾ ടേബിൾ. നമുക്ക് നമ്മുടെ സിമ്പിൾ ടേബിളുമായിട്ടുള്ള ഏറ്റവും വലിയ കമ്മ്യൂണിക്കേഷൻ, അതാണ് ഏറ്റവും വലിയ പ്രധാനമായ കാര്യം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ 5 ടാസ്ക് ആണ് ലെക്സിക്കൽ അനലൈസർ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ നമ്മൾ എന്താണ്, കമന്റ്സ് റിമൂവ് ചെയ്യുക. സെക്കൻഡ് വൺ കേസ് കൺവേർഷൻസ് നടത്താൻ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലോവർ കേസ് അപ്പർ കേസും മറ്റതൊക്കെ കൺവേർട്ട് ചെയ്യത്തില്ല. പിന്നെ ഒന്ന് വൈറ്റ് സ്പേസിനെ റിമൂവ് ചെയ്ത് കളയുന്നത്. പിന്നെ കമ്പൈലർ ഡയറക്റ്റീവ്സ് ഇന്റർപ്രിട്ടേഷൻ, അത് പറയാൻ തന്നെ അറിയാം. നമ്മുടെ ഡയറക്റ്റീവ്സ് ഉണ്ടല്ലോ, നമ്മുടെ ഹാഷിംഗിലൂടെ ഒരു ഡയറക്ടറി ആണ്. അപ്പൊ അതുപോലെ ഡയറക്റ്റീവ്സ് നമ്മൾ എന്ത് ചെയ്യുക, ഇന്റർപ്രിട്ടേഷൻ ചെയ്യുക. അത് ഇതിന്റെ അകത്ത് ഓൾറെഡി നമ്മൾ ഏത് കമ്പൈലർ എടുത്താലും നമ്മൾ ആദ്യമേ തന്നെ ചെയ്യുന്ന ഒരു കോമൺ പ്രൊസീജിയർ ആണിത്. ഫിഫ്ത് വൺ എന്ന് പറയുന്നത് നമ്മുടെ സിമ്പിൾ ടേബിളുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ. ഇനി നമ്മൾ ഈ ലെക്സിക്കൽ അനലൈസർ പറഞ്ഞപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ നമ്മൾ എന്താണ് പറഞ്ഞത്, സാധാരണ ഇൻപുട്ടിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു, ജനറലി നമ്മൾ അതായത് സ്ട്രീം ഓഫ് ടോക്കൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. ആക്ച്വലി ഇതിന്റെ അകത്ത് 2 ഡിഫറെന്റ് ഫേസ് ആയിട്ടാണ് ഇതിന്റെ അകത്ത് കാര്യങ്ങൾ നടക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 2 ഫേസ് ആയിട്ടാണ് കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ നമുക്ക് ഇതിന്റെ 2 ഫേസ് നോക്കാം. ഫസ്റ്റ് ഫേസ് ആണ് സ്കാനിങ് ഫേസ്. ഓക്കെ, സെക്കൻഡ് ഫേസ് ആണ് ഈ പറഞ്ഞതുപോലെ ലെക്സിക്കൽ അനാലിസിസ് ഫേസ് എന്ന് പറയുന്നത്. ഈ സ്കാനിങ് ഫേസിന്റെ അകത്ത് നടക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കമന്റിനെ റിമൂവ് ചെയ്യുക, ബ്ലാങ്ക് സ്പേസസിനെ റിമൂവ് ചെയ്യുക, അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സാധാരണ ഒരു കുഞ്ഞു ടാസ്ക് അല്ലേ, ഇൻപുട്ട് സ്റ്റേറ്റിൽ നിന്നുള്ള കുഞ്ഞു ടാസ്കുകളൊക്കെ എവിടെയാണ് ചെയ്യുന്നത്, കമന്റിനെ റിമൂവ് ചെയ്യുക, ബ്ലാങ്ക് സ്പേസിനെ റിമൂവ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എവിടെയാണ് നടക്കുന്നത്, സ്കാനിങ് എന്ന് പറഞ്ഞ ഫസ്റ്റ് ഫേസിൽ നടക്കും. ഇനി സെക്കൻഡ് ഫേസ് എന്ന് പറയുന്നതാണ് കുറച്ചും കൂടി കോംപ്ലക്സ് ജോബ് ചെയ്യുന്നത്. അതാണ് ഈ പറഞ്ഞതുപോലെ എക്സ്പ്രഷൻസിനെ കേസ് കൺവേർഷൻ ചെയ്യുന്നതും ഡയറക്റ്റീവ്സിനെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതും നമ്മുടെ സിമ്പിൾ ടേബിളിൽ നിന്ന് എടുക്കുന്ന കാര്യങ്ങളും ഒക്കെ ആരാ ചെയ്യുന്നത്, അനാലിസിസ് ഫേസിലാണ് ചെയ്യുന്നത്. അപ്പൊ മൊത്തത്തിൽ ഇതിന് 2 ഡിഫറെന്റ് ഫേസസ് ഉണ്ട്. ഒന്ന് സ്കാനിങ്, 2 ഫേസ് ആണ് ഇതിന് കാണിക്കുന്നത് ലെക്സിക്കൽ അനാലിസിസിന്. ഒന്ന് സ്കാനിങ് ഫേസും പിന്നെ ഒന്ന് ലെക്സിക്കൽ അനാലിസിസും. സ്കാനിങ് ഫേസിൽ ചെയ്യുന്ന എന്താണ്, കമന്റ്സിനെ റിമൂവ് ചെയ്യുക, ബ്ലാങ്ക് സ്പേസിന്, അതായത് കുഞ്ഞു സിമ്പിൾ ടാസ്ക് എല്ലാം ചെയ്യുന്നത് സ്കാനിങ് ഫേസിലാണ്. കുറച്ചും കൂടി കോംപ്ലക്സ് ആയിട്ടുള്ള ടാസ്ക് എല്ലാം ചെയ്യുന്നത് ലെക്സിക്കൽ അനാലിസിസ് ഫേസിലാണ്. അതാണ് കേസ് കൺവേർഷൻസ് ചെയ്യുന്നതും കമ്പൈലർ ഡയറക്റ്റീവ്സിന് ഇന്റർപ്രിട്ടേഷൻ ചെയ്യുന്നതും പിന്നെ സിമ്പിൾ ടേബിളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഒക്കെ നമ്മൾ ആരാണ് ചെയ്യുന്നത്, ലെക്സിക്കൽ അനാലിസിസ് ഫേസ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പറയുന്നത് ഇഷ്യൂസിന് ലെക്സിക്കൽ അനാലിസിസ് ഫേസ്. എന്തൊക്കെ ഇഷ്യൂസ് ആണ് ഇതിന്റെ അകത്ത് വരുന്നത് നോക്കാം. ഇഷ്യൂസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് സിംപ്ലർ ഡിസൈൻ കൺസിഡറേഷൻ. അതൊരു ഇഷ്യൂ ആണ്. അതായത് വളരെ ചെറിയ രീതിയിലാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ പറയുന്ന കണക്ക് എറർ വരാനുള്ള ചാൻസസ് വളരെയധികം കൂടുതലാണ്. കാരണം ചില കേസസിൽ സിംപ്ലർ ആകും തോറും ടാസ്ക് മോർ കോംപ്ലക്സ് ആവുന്ന കേട്ടില്ലേ, അതേ അവസ്ഥയാണ് ഇവിടത്തെ ഒരു കേസ് എന്ന് പറയുന്നത്, സിംപ്ലർ ഡിസൈൻ കൺസിഡറേഷൻ. സിംപ്ലർ ഡിസൈൻ കൺസിഡറേഷൻസ്. ഇനി സെക്കൻഡ് വൺ എന്ന് പറയുന്നത് കമ്പൈലറിന്റെ എഫിഷ്യൻസി ഇംപ്രൂവ് ചെയ്യില്ല. അപ്പോ ഇതുകൊണ്ട് ഇതിന്റെ കമ്പൈലർ എഫിഷ്യൻസിക്ക് അതൊരു ബാഡ് ആയിട്ട് വരുന്നുണ്ട്. കമ്പൈലർ എഫിഷ്യൻസി, ഇറ്റ് വിൽ എഫക്ട് ദ കമ്പൈലർ എഫിഷ്യൻസി. അടുത്തത് തേർഡ് വൺ എന്ന് പറയുന്നത് കമ്പൈലറിന്റെ പോർട്ടബിലിറ്റി. കമ്പൈലർ പോർട്ടബിലിറ്റി. അങ്ങനെ 3 ഇഷ്യൂസ് ആണ് നമ്മുടെ ഈ പറയുന്ന പോലെ ലെക്സിക്കൽ അനലൈസറിൽ ഉള്ളത്.
ഇനി ഇതിനകത്ത് ഇനിയും കുറച്ച് ചെറിയ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ടോക്കൺ പാറ്റേൺ എക്സാം. എല്ലാ എക്സാമിനും കോമൺ ആയിട്ട് ഈ 4 മാർക്കിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ടോക്കൺസ് എന്താണ്, വാട്ട് ഡു യു മീൻ ബൈ എ ടോക്കൺ, വാട്ട് ഡു യു മീൻ ബൈ എ പാറ്റേൺ ആൻഡ് വാട്ട് ഡു യു മീൻ ബൈ ലെക്സീംസ് എന്ന് ചോദിക്കാം എക്സാമിന്. ഓക്കെ, അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ ഇനി അടുത്തത് ടോക്കൺസ്. അപ്പൊ നമുക്ക് ആദ്യം ടോക്കൺസിനെ കുറിച്ച് പഠിക്കാം. ടോക്കൺസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടോക്കൺസ് ഞാൻ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു ഫാക്ടറാണ് ടോക്കൺസ് എന്ന് പറയുന്നത് അല്ലേ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു ടോക്കൺസിന്റെ അകത്ത് എന്തൊക്കെ വരാം, ഐഡന്റിഫയേഴ്സ്, കീവേഡ്സ്, ഓപ്പറേറ്റേഴ്സ്, പങ്ക്ച്വേഷൻസ് ആൻഡ് സം സ്ട്രിംഗ് ലിറ്ററൽസ് ഞാൻ ആദ്യമേ പറഞ്ഞു. അപ്പൊ ഇതെന്ന് പറയുന്നത് ദിസ് ഇസ് എ വാലിഡ് വേർഡ്സ് അല്ലെങ്കിൽ ഒരു ടെർമിനൽ സിമ്പിൾസ് ഓഫ് ദ സോഴ്സ് ലാംഗ്വേജ് ആയിരിക്കും. ഒരു നമ്മുടെ സാധാരണ ഒരു വാലിഡ് വേർഡ്സ്, അതായത് ചില വേർഡുകൾ അല്ലാന്നുണ്ടെങ്കിൽ ഇത് ടെർമിനൽ സിമ്പിൾസ് ആയിരിക്കും. ഓക്കെ, ടെർമിനൽ സിമ്പിൾസ് ഓഫ് ദ സോഴ്സ് ലാംഗ്വേജ്. നമ്മുടെ സോഴ്സ് ലാംഗ്വേജിന്റെ ടെർമിനൽ സിമ്പിൾസ് അല്ലെങ്കിൽ വേർഡ്സ് ആയിരിക്കും നമ്മൾ എന്തെന്ന് പറയുന്നത് ടോക്കൺസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനകത്ത് എന്തൊക്കെ വരാം, കീവേഡ്സ് വരാം, സെക്കൻഡ് വൺ ഐഡന്റിഫയേഴ്സ് വരാം, പിന്നെ തേർഡ് വൺ സ്ട്രിംഗ് ലിറ്ററൽസ് വരാം, വെറും ലിറ്ററൽസ് അല്ല സ്ട്രിംഗ് ലിറ്ററൽസ്, ഫോർത്ത് വൺ ഓപ്പറേറ്റേഴ്സ് ആൻഡ് ഫിഫ്ത്ത് വൺ ഇസ് പങ്ക്ച്വേറ്റേഴ്സ്. ഇത് ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ടോക്കൺസ്. ഓക്കെ, ടോക്കൺസ് എന്ന് പറയുന്നത് ഒരു വാലിഡ് വേർഡ് അല്ലെങ്കിൽ ഒരു സോഴ്സ് ലാംഗ്വേജിലെ ടെർമിനൽ സിമ്പിൾസ് ഇങ്ങനെയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ടോക്കൺസ് എന്ന് പറയുന്നത്. ഇനി അടുത്ത സെക്കൻഡ് വൺ ഇസ് പാറ്റേൺ. പാറ്റേൺ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് നോട്ട് തന്നിട്ടുണ്ട്. പാറ്റേൺ എന്താണെന്ന്. പാറ്റേൺ ഓക്കെ, പാറ്റേൺ എന്ന് പറയുന്നത് നമുക്ക് ഒരു പെർട്ടിക്കുലർ കാറ്റഗറിയെ ഐഡന്റിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സർട്ടൻ റൂൾ ഉണ്ട് അല്ലെ. ഇപ്പൊ ഞാൻ പറയാണ്, ഇപ്പം എക്സ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്നൊരു കാറ്റഗറി. ഓക്കെ, അപ്പൊ ഇത് പറയാണ് ഇത് എന്ത് കാറ്റഗറിയിലാണ് വരുന്നത് എന്ന്, അല്ലെങ്കിൽ ഇത് ഏത് കാറ്റഗറിയാണ്, അണ്ടർ വിച്ച് കാറ്റഗറി ദിസ് ബിലോങ്സ് ടു എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ പറയുക എന്താണ്, സി പ്രോഗ്രാമിംഗിലാണ് നമ്മൾ പറയുന്നത്. നമ്മൾ പറയുമായിരിക്കും ഇതെല്ലാം എന്താണ് ഐഡന്റിഫയേഴ്സ് ആണെന്ന് പറയാം, അല്ലെങ്കിൽ ഐഡന്റിഫയേഴ്സ് ആണെന്ന് പറയും. അതൊരു പാറ്റേൺ. അത് കഴിഞ്ഞിട്ട് നമ്മൾ പറയുകയാണ് ഇപ്പം പ്രിന്റ് എഫ്, സ്കാൻ എഫ്, ഇങ്ങനെ കുറച്ച് വേർഡ്സ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മളോട് പറയാണ് ഐഡന്റിഫൈ വിച്ച് കാറ്റഗറി ദിസ്. അപ്പൊ നമ്മൾ പറയാണ് ദേ ആർ അണ്ടർ ദ കാറ്റഗറി ഓഫ് കീവേഡ്സ് എന്ന് നമ്മൾ പറയാണ്. അപ്പൊ അതിന് നമുക്ക് ആ വേർഡ്സ് കാണുമ്പോൾ തന്നെ നമുക്കൊരു പാറ്റേൺ നമ്മുടെ മനസ്സിൽ വരുന്നുണ്ട് അല്ലെ. ഇറ്റ് ഹാസ് എ സർട്ടൻ റൂൾ അല്ലെ. അപ്പൊ അതാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പൊ പാറ്റേൺ എന്ന് പറയുന്നത് ദിസ് ഈസ് ഫോർ ഐഡന്റിഫൈങ് ടോക്കൺസ് there are certain rules and that is called as a pattern. ഓക്കെ, അപ്പൊ നമുക്ക് എഴുതാം ഫോർ ഐഡന്റിഫൈങ് ടോക്കൺസ് there are certain rule. That is which category അല്ലെങ്കിൽ which type it belongs to എന്ന് നമുക്കറിയണ്ടേ. it belongs to ഇത് നമ്മൾ അറിയാൻ വേണ്ടിയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് പാറ്റേൺ എന്ന് പറയുന്നത്. അതായത് ഒരു എക്സാമ്പിൾ പറഞ്ഞാലേ, ഇപ്പൊ നമ്മളൊരു റെഗുലർ എക്സ്പ്രഷൻ എടുക്കുവാണ്. അപ്പൊ റെഗുലർ എക്സ്പ്രഷനിൽ ലെറ്ററിന്റെ, അതായത് ഒരു സാധാരണ ഒരു പാറ്റേൺ, റെഗുലർ എക്സ്പ്രഷന്റെ ഒരു പാറ്റേൺ എടുത്താല് ഇതാണ് അതിന്റെ പാറ്റേൺ കേട്ടോ. ലെറ്റർ ഇസ് ഫോളോഡ് ബൈ ലെറ്റർ ഓർ ഡിജിറ്റ് ദ ഹോൾ സ്റ്റാർ. ഇത് നിങ്ങൾ ഇനി അങ്ങോട്ട് പഠിക്കും. ഇതൊരു പാറ്റേൺ ആണ്. ലെറ്റർ ഇസ് ഫോളോഡ് ബൈ ലെറ്റർ ഓർ ഡിജിറ്റ് ദ ഹോൾ സ്റ്റാർ. ഇതൊരു പാറ്റേൺ ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇനി നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ലെക്സീംസിനെ കുറിച്ചാണ്. ലെക്സീംസ് ഇത് 3 ഇമ്പോർട്ടന്റ് ആണ്. LEXEMES ലെക്സീംസ്. ഓക്കെ, ലെക്സീംസ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മൾ ഒരു പെർട്ടിക്കുലർ ടോക്കൺ എടുത്തു. ഓക്കെ, ആ പെർട്ടിക്കുലർ ടോക്കണിൽ ഒരു സ്പെസിഫിക് ഇൻസ്റ്റൻസിനെയാണ് നമ്മൾ ഈ ലെക്സീം എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് എ സ്പെസിഫിക് ഇൻസ്റ്റൻസ് of a particular kind of token.
ഓക്കെ, ഇതിന്റെ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എക്സ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി, ഇതാണ് എന്റെ എക്സാമ്പിൾ. ഓക്കെ, അപ്പൊ ഇതില് ഞാൻ ഇത് കറക്റ്റ് എക്സാക്ട് ആയിട്ടുള്ള എലമെന്റ്സ് ഞാൻ ഇതിനകത്ത് ഡയറക്റ്റ് കൊടുത്തിരിക്കുവാണ് അല്ലെ, എക്സ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി എന്ന് പറയാം. അപ്പൊ ഇതിലെന്ന് പറഞ്ഞതിൽ പറഞ്ഞിട്ടുണ്ട് സ്പെസിഫിക് ഇൻസ്റ്റൻസ് ഓഫ് എ പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ടോക്കൺ. ഇത് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ടോക്കൺ ആണ്, ആൻഡ് ഇറ്റ് ഈസ് ആൻ ഐഡന്റിഫയർ. നമുക്കറിയാം ഇത് ഒരു ടോക്കൺ ആണ് അല്ലെ, അതൊരു ഓപ്പറേറ്റർ ആണ്. അടുത്ത ഇത് ഒരു ഐഡന്റിഫയർ ആണ്, ഇതൊരു ഓപ്പറേറ്റർ ആണ്, ഇതൊരു ഐഡന്റിഫയർ ആണ്. അപ്പം ഇത് നമ്മൾ സ്പെസിഫിക്കലി ഓരോ എക്സാക്ട് എലമെന്റിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിനോട്ട് ചെയ്യുന്നത്. അതാണ് സ്പെസിഫിക് ഇൻസ്റ്റൻസ് ഓഫ് എ പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ടോക്കൺ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ലെക്സിക്കൽ എറേഴ്സ് ആണ്. അപ്പൊ എന്താണ് ലെക്സിക്കൽ എറേഴ്സ് എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഒരു ലെക്സിക്കൽ അനലൈസർ നമ്മൾ പ്രൊസീഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒരു എന്തെങ്കിലും ഒരു പാറ്റേൺ അതിന് മാച്ച് ചെയ്യാതെ വരുമ്പോഴാണ് അവിടെ ഒരു എറർ ഉണ്ടാകുന്നത് അല്ലെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻസ് വരുമ്പോൾ നമുക്ക് അതിനെ എങ്ങനെ സോൾവ് ചെയ്യാം എന്നൊരു കേസും കൂടെ വരും. ഹൗ ടു സോൾവ് ദ ലെക്സിക്കൽ അനലൈസർ എറർ, ഹൗ ടു സോൾവ്, അതാണ് നമ്മുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ക്വസ്റ്റ്യൻ. അപ്പൊ എപ്പോഴാണ് ഒരു ലെക്സിക്കൽ എറർ എന്ന് പറയുന്നത്, ഇഫ് ദ പാറ്റേൺ മിസ്മാച്ചസ്, അപ്പോഴായിരിക്കും നമ്മൾ എന്താന്ന് പറയുന്നത് ഒരു ലെക്സിക്കൽ അനലൈസർ വരുന്നത് അല്ലെ, മിസ്മാച്ചസ്. അപ്പോഴായിരിക്കും നമുക്ക് എന്തെന്ന് പറയുന്നത്, എന്താണ് ഒരു ലെക്സിക്കൽ എറർ സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ ഈ എററിനെ നമുക്ക് എങ്ങനെയൊക്കെ ഇതിനെ സോൾവ് ചെയ്യാം എന്നാണ്. അപ്പോൾ ഫസ്റ്റ് മെത്തേഡ്, എററിനെ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത്, ഇപ്പൊ എന്തെങ്കിലും ഒരു ടോക്കണിലോ ഒരു പെർട്ടിക്കുലർ ടോക്കണിലോ അങ്ങനെ എന്തെങ്കിലും ഒരു മീനിങ് ഫുൾ അല്ലാത്തൊരു ഇതിലാണ് നമ്മൾ ടോക്കൺ ആയിട്ട് നമുക്ക് അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ നമുക്ക് അതങ്ങ് റിമൂവ് ചെയ്ത് കളയാം. വി ക്യാൻ റിമൂവ് ദ പെർട്ടിക്കുലർ ടോക്കൺ. ഇപ്പോൾ സപ്പോസ് ഇപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് കുറെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഇപ്പം ഞാൻ ഈ പറഞ്ഞതുപോലെ എന്താണ് പ്രിന്റ് എഫിന്റെ അകത്ത് തന്നെ കുറെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. പ്രിന്റ് എഫ് ഡബിൾ കോട്ട്സിന്റെ അകത്ത് എ പ്ലസ് ബി എഴുതിയിട്ടുണ്ട്. ഡബിൾ കോട്ട്സ് ക്ലോസ് ചെയ്തിട്ട് കോമ ഇട്ടിട്ട് വീണ്ടും അതിന്റെ അകത്ത് വേറെ എന്തെങ്കിലും വേർഡ് എന്താണ് ടൈപ്പ് എന്നോ അങ്ങനെ വല്ല എഴുതുവാണ്. ഓക്കെ, എന്നിട്ട് വീണ്ടും കോമ ഇട്ട് വീണ്ടും കൊടുക്കുവാണ്, എന്തെങ്കിലും ആയിക്കോട്ടെ, സെമി കോളൻ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇവിടെ നമുക്ക് ടൈപ്പ് എന്ന് പറയുന്ന ഒരു വേർഡ് നമുക്ക് എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്കൊരു ഐഡന്റിഫയർ ആക്കാൻ പറ്റില്ല. കാരണം ഇപ്പൊ എന്തെങ്കിലും ഒരു പേരാണല്ലോ നമ്മൾ ഐഡന്റിഫയർ ആക്കിക്കുന്നത്. ഇതൊരു കീവേഡ് അല്ല, ഇതൊരു പേരല്ല, നെയിം അല്ല. കാരണം ഒരു സ്റ്റേറ്റ്മെന്റിന്റെ ഇടയിൽ കൊടുത്തിരിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് അങ്ങനെയുള്ള കേസസിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഐഡന്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ ഒരു കേസസിനെ നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ആ പെർട്ടിക്കുലർ ടോക്കനെ അങ്ങ് റിമൂവ് ചെയ്ത് കളയണം. അപ്പൊ ഫസ്റ്റ് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാന്ന് വെച്ചാൽ, ഇഫ് എ പെർട്ടിക്കുലർ ടോക്കൺ is became meaningful, sorry, unmeaningful, non-meaningful, then we can remove the whole token from the statement. ഓക്കെ, അപ്പൊ നമുക്ക് ആ പെർട്ടിക്കുലർ ടോക്കനെ മുഴുവനായിട്ട് നമുക്ക് റിമൂവ് ചെയ്ത് കളയാം. ഓക്കെ, എന്നിട്ട് നമുക്ക് അനാലിസിസ് ഫേസിലോട്ട് പിന്നെ നമ്മുടെ സാധാരണ ഫേസിലോട്ട് നമുക്ക് പ്രൊസീഡ് ആയി പോവാം. ഇനി രണ്ടാമത്തെ എറർ സംഭവിക്കുന്നത്, ചില ക്യാരക്ടേഴ്സ് മിസ്സിംഗ് ആണെന്ന് വിചാരിക്കുക. എന്തെങ്കിലും ക്യാരക്ടേഴ്സ് മിസ്സിംഗ് ആണെങ്കിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാം, ഇൻസേർട്ട് ചെയ്യാം. സോ ഇൻസേർട്ട് ദ സർട്ടൻ മിസ്സിംഗ് ക്യാരക്ടർ. ഇൻസേർട്ട് സർട്ടൻ മിസ്സിംഗ് ക്യാരക്ടേഴ്സ്. ഇൻസേർട്ട് certain missing characters. ഓക്കെ, ചില ക്യാരക്ടേഴ്സിനെ നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഇനി തേർഡ് വൺ എന്ന് പറയുന്നത്, ചില ക്യാരക്ടേഴ്സിനെ നമുക്ക് ഇന്റർചേഞ്ച് ചെയ്യാം. അതുതന്നെ ഇവർ പറയുന്നത് വെച്ചാൽ ട്രാൻസ്പോസിങ് ടു അഡ്ജസന്റ് ക്യാരക്ടർ എന്നാണ്. ഓക്കെ, പോൺസിങ് എന്നല്ല, ട്രാൻസ്പോൺസിങ് ടു അഡ്ജസന്റ് ക്യാരക്ടർ. ഓക്കെ, അതായത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇന്റർചേഞ്ചിങ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഒരാളെ മറ്റൊരാളാക്കി ഇന്റർചേഞ്ചിങ്. ഓക്കെ, ഇന്റർചേഞ്ചിങ്. ഓക്കെ, ഇനി ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് ലാസ്റ്റ് അല്ല,
ഫോർത്ത് വൺ എന്ന് പറയുന്നത് ഇനി ഏതെങ്കിലും ഒരു ക്യാരക്ടർ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, റീപ്ലേസ്മെന്റ് നടത്താം. ഓക്കെ, റീപ്ലേസ്മെന്റ് ഓഫ് എ പെർട്ടിക്കുലർ ക്യാരക്ടർ. റീപ്ലേസ്മെന്റ് ഓഫ് എ പെർട്ടിക്കുലർ ക്യാരക്ടർ. ഓക്കെ, ഇനി ഏറ്റവും ഓക്കെ അപ്പോൾ ഈ 4 നമ്മുടെ ലെക്സിക്കൽ എറേഴ്സ് നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം. അതായത് ഇപ്പം എന്തെങ്കിലും ഒരു ലെക്സിക്കൽ എറർ വന്നാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പം നമുക്കൊരു മീനിങ് ഫുൾ അല്ലാത്തൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ റിമൂവ് ചെയ്ത് കളയാം. രണ്ടാമതൊരു പറഞ്ഞ എന്തെങ്കിലും ക്യാരക്ടർ എന്തെങ്കിലും മിസ് ആവുകയാണെങ്കിൽ നമുക്ക് അതിനെ ഇൻസേർട്ട് ചെയ്യാം. പിന്നെ വേറെന്തെങ്കിലും വേറെന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ ഇന്റർചേഞ്ച് ചെയ്യാം. അതാണ് ട്രാൻസ്പോസിങ് ടു അഡ്ജസന്റ് ക്യാരക്ടർ. പിന്നെ നാലാമതെന്ന് പറയുന്നത് നമുക്കൊരു പെർട്ടിക്കുലർ ക്യാരക്ടറിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റീപ്ലേസ്മെന്റ് നടത്താനായിട്ട് സാധിക്കും. ഇനി ഒരെണ്ണം കൂടെ ഉണ്ട്, ഡിറ്റക്ഷൻ ഓഫ് സക്സസീവ് ക്യാരക്ടേഴ്സ് ഫ്രം ദ ഇൻപുട്ട്. ഓക്കെ, അഞ്ചാമത്തത് ഡിറ്റക്ഷൻ ഓഫ് successive character from the input. ഓക്കെ അങ്ങനെ 5 കാര്യങ്ങളാണ് നമ്മൾ ലെക്സിക്കൽ എറേഴ്സിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ലെക്സിക്കൽ അനാലിസിസിൽ പഠിക്കുന്നത്. അപ്പൊ നമ്മൾ ആദ്യം ഒരു ലെക്സിക്കൽ അനലൈസറിന്റെ ഒന്നും കൂടി നോക്കാം. നമ്മൾ ആദ്യം ഒരു ലെക്സിക്കൽ അനലൈസറിന്റെ റോള് പഠിച്ചായിരുന്നു. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞെന്ന് വെച്ചാൽ ലെക്സിക്കൽ അനലൈസറിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് സ്ട്രീം ഓഫ് ടോക്കൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. സ്ട്രീം ഓഫ് ടോക്കൺസ് ആയിട്ട് കൺവേർട്ട് ചെയ്തു. എന്നിട്ട് പാഴ്സറിൽ നിന്നാണ് നമുക്ക് പാഴ്സർ എന്ന് പറയുന്നത് നെക്സ്റ്റ് ഫേസ് ആണ് കേട്ടോ. അടുത്തത് അതിൽ എന്തെങ്കിലും പിന്നെ പാഴ്സറിൽ കൊടുക്കുമ്പോൾ ടോക്കൺ ശരിയായെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും തിരിച്ച് എന്ത് മെസ്സേജ് കൊടുക്കും, ഗെറ്റ് നെക്സ്റ്റ് ടോക്കൺ. നെക്സ്റ്റ് ടോക്കൺ കിട്ടാൻ വേണ്ടി ഗെറ്റ് നെക്സ്റ്റ് ടോക്കണിന്റെ മെസ്സേജ് കൊടുക്കുകയും ചെയ്യും. ഇനി അത് ലെക്സിക്കൽ അനലൈസർ ചെയ്യുന്ന ടാസ്ക് ആണ്. എന്തൊക്കെ ടാസ്ക് ആണ് ലെക്സിക്കൽ അനലൈസർ ചെയ്യുന്നത്? കമന്റ്സിനെ റിമൂവ് ചെയ്യുക, കേസ് കൺവേർഷൻസ്, വൈറ്റ് സ്പേസിനെ റിമൂവ് ചെയ്യുക, കമ്പയർഡ് ഡയറക്റ്റീവ്സിന് ഇന്റർപ്രിട്ടേഷൻ നടത്തുക, പിന്നെന്താണ് സിമ്പിൾ ടേബിളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ. പിന്നെ ഇതിന് 2 ഫേസസ് ഉണ്ടെന്ന് പറഞ്ഞു, സ്കാനിങ്ങും ലെക്സിക്കൽ അനാലിസിസും. സ്കാനിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് സിമ്പിൾ ടാസ്ക് ചെയ്യാനാണ് സ്കാനിങ് ഫേസ് യൂസ് ചെയ്യുന്നത്. കമന്റ്, ബ്ലാങ്ക് സ്പേസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ നമ്മൾ എന്ത് ഫേസ് യൂസ് ചെയ്യും, സ്കാനിങ് ഫേസ് യൂസ് ചെയ്യും. പിന്നെ ലെക്സിക്കൽ അനാലിസിസ് ഫേസ് എന്ന് പറയുന്നതാണ് നമ്മൾ ഈ പറയുന്ന കേസ് കൺവേർഷൻസും കമ്പയർഡ് ഡയറക്റ്റീവ്സ് ഇന്റർപ്രിട്ടേഷനും പിന്നെ സിമ്പിൾ ടേബിളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും ഒക്കെ ചെയ്യുന്നത് അവിടെയാണ്. ഇനി അടുത്തെന്ന് പറയുന്നത് നമ്മുടെ ഇതിന്റെ അകത്തുള്ള ഇഷ്യൂസ് ആണ്. നമ്മൾ 3 ഇഷ്യൂസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഒന്ന് ഡിസൈൻ കൺസിഡറേഷനിലുള്ള ഒരു ഇഷ്യൂ ഉണ്ട്, പിന്നെ കമ്പയർഡ് എഫിഷ്യൻസി, പിന്നെ ഉള്ളതെന്ന് പറയുന്നത് കമ്പയറിന്റെ പോർട്ടബിലിറ്റി. ഇനി പഠിക്കുന്ന നമ്മൾ സാധാരണ പഠിച്ചതുപോലെ ടോക്കൺസ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ടോക്കൺസ്, പിന്നെന്താണ് പാറ്റേൺ, ലെക്സീംസ്. ടോക്കൺസ് എന്ന് പറയുന്നത് എന്താണ്, വാലിഡ് വേർഡ് അല്ലെങ്കിൽ ഒരു ടെർമിനൽ സിമ്പലിനെയാണ് നമ്മൾ എന്ന് പറഞ്ഞാൽ ടോക്കൺ എന്ന് പറയുന്നത്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കീവേഡ്, ഐഡന്റിഫയേഴ്സ്, സ്ട്രിംഗ് ലിറ്ററൽസ്, ഓപ്പറേറ്റേഴ്സ്, പഞ്ച്വേറ്റേഴ്സ് ഒക്കെയാണ് ടോക്കൺസിന്റെ അകത്ത് വരുന്നത്. രണ്ടാമത്തെ പാറ്റേൺ ആണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടോക്കൺ ഐഡന്റിഫൈസിന് ഒരു സർട്ടൺ റൂൾ ഉണ്ട്. അതായത് അത് ഏത് കാറ്റഗറിയിലാണ് അത് ഡിഫൈൻ ചെയ്യുന്നതെന്നുള്ളൊരു റൂള്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പാറ്റേൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ റെഗുലർ എക്സ്പ്രഷനിലുള്ള സാധാരണ ലെറ്ററിന്റെ സാധാരണ ഡിജിറ്റ്സിന്റെ ലെറ്റേഴ്സിന്റെ ഒരു പാറ്റേൺ ആണ് ലെറ്റർ ബ്രാക്കറ്റിന്റെ ലെറ്റർ ഓർ ഡിജിറ്റ് സ്റ്റാർ. ഇത് നിങ്ങൾ എവിടെ പഠിച്ചിട്ടുണ്ടെന്ന് അറിയാമോ, ടോക്കിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ ആക്ച്വലി. ഓക്കെ, ഇനി അടുത്തത് ലെക്സീംസ്. ലെക്സീംസ് എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ടോക്കണിന്റെ ഒരു സ്പെസിഫിക് ഇൻസ്റ്റൻസിനെയാണ് എന്തെന്ന് പറയുന്നത്, ലെക്സീംസ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ സ്പെസിഫിക് ഇൻസ്റ്റൻസ് ഓഫ് എ പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ടോക്കൺ. അപ്പൊ ഞാൻ അതിനൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് തന്നു. ഇനി അടുത്തെന്ന് പറയുന്നത് ലെക്സിക്കൽ എറേഴ്സ് ആണ്. ലെക്സിക്കൽ എറേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണ് അതിനെ സോൾവ് ചെയ്യുന്നത് പഠിച്ചു. എങ്ങനെയായിരിക്കും സോൾവ് ചെയ്യുന്നത്? മൊത്തം 5 മെത്തേഡ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് എന്താണ്, ഇപ്പോൾ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ടോക്കൺ ഇസ് നോൺ മീനിങ് ഫുൾ, അങ്ങനെ ഒരു ടോക്കൺ നോൺ മീനിങ് ഫുൾ അല്ലെങ്കിൽ എന്താണ്, വി ഷുഡ് റിമൂവ് ദറ്റ് പെർട്ടിക്കുലർ ടോക്കൺ എന്നാണ് ആദ്യത്തെ സൊല്യൂഷൻ. രണ്ടാമത്തെ സൊല്യൂഷൻ എന്താണ്, വി ക്യാൻ ഇൻസേർട്ട് സർട്ടൻ മിസ്സിംഗ് ക്യാരക്ടേഴ്സ്, അതാണ് സെക്കൻഡ് സൊല്യൂഷൻ. തേർഡ് എന്ന് പറഞ്ഞാൽ ഇന്റർചേഞ്ചിങ് ഓഫ് സർട്ടൻ ക്യാരക്ടേഴ്സ് ആണ് തേർഡ് സൊല്യൂഷൻ. ഫോർത്ത് വൺ എന്താണ്, വി ക്യാൻ റീപ്ലേസ് എ പെർട്ടിക്കുലർ ക്യാരക്ടർ ടു അനദർ വൺ. പിന്നെ ഫിഫ്ത്ത് വൺ എന്ന് പറയുന്നത് എന്താണ്, ഡിറ്റക്ഷൻ ഓഫ് സക്സസീവ് ക്യാരക്ടേഴ്സ് ഫ്രം ദ ഇൻപുട്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ലെക്സിക്കൽ അനാലിസിസ്, അതായത് റോൾ ഓഫ് ലെക്സിക്കൽ അനലൈസറിൽ പഠിക്കാനുള്ള. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സാമിന് എപ്പോഴും വരുന്ന ഒരെണ്ണം എന്ന് പറയുന്നത് ഹൗ യു ക്യാൻ സോൾവ് ദ ലെക്സിക്കൽ അനലൈസർ. ഇത് ഒരു ക്വസ്റ്റ്യൻ കോമൺ ആയിട്ട് ചോദിക്കാറുള്ളതാണ് ഒന്നാണ്. പിന്നെ ഒന്നെന്ന് പറയുന്നത്
നമ്മുടെ ഈ ലെക്സീംസ്, പാറ്റേൺസ്, ടോക്കൺസ് അത് ഡിഫൈൻ ചെയ്യാൻ ചോദിക്കാറുണ്ട്. പിന്നെ ഉള്ള വേറൊരു കോമൺ ഒരു ക്വസ്റ്റ്യൻ അതിൻ്റെ അകത്ത് വരുന്നതെന്ന് വെച്ചാൽ വാട്ട് ആർ ദ ഇഷ്യൂസ് ഓഫ് എ ലെക്സിക്കൽ അനലൈസർ. ഇത് മൂന്നുമാണ് ജനറലി ഇതുവരെ കോമൺ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ച് ഞാൻ കണ്ടിട്ടുള്ളത്. ഓക്കെ, ഇനി നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു സ്റ്റഡി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഓഫ് ദിസ് മോഡ്യൂൾ. ഓക്കെ, ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പഠിച്ചതുപോലെ, അതായത് നമ്മുടെ ഫേസസ് ഓഫ് എ കമ്പൈലർ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ പറയുന്ന ഈ ടോപ്പിക്. ഓക്കെ, അതെന്ന് പറയുന്നതിന്റെ പേരാണ് ഇൻപുട്ട് ബഫറിംഗ്. അപ്പൊ നെക്സ്റ്റ് ടോപ്പിക് ആണ് ഇൻപുട്ട് ബഫറിംഗ്. നമ്മുടെ ഈ ലെക്സിക്കൽ അനലൈസ് ഇതിന്റെ മോഡ്യൂളിന്റെ അകത്ത് തന്നെയാണ് സെക്കൻഡ് ടോപ്പിക് ആണ്. നമ്മൾ ആദ്യം ലെക്സിക്കൽ അനലൈസർ, അതായത് റോൾ ഓഫ് ലെക്സിക്കൽ അനലൈസർ പഠിച്ചു. രണ്ടാമത്തത് ഇൻപുട്ട് ബഫറിംഗ്. അപ്പൊ ഇൻപുട്ട് ബഫറിംഗ് എന്താണെന്ന് നോക്കാം. അപ്പൊ ഇൻപുട്ട് ബഫറിംഗ് പറയുന്നതിന് മുന്നേ ഇതിന്റെ അകത്ത് കുറച്ച് പോയിന്റേഴ്സ് ഉണ്ട്, അതിനെ ആദ്യം നമുക്ക് പരിചയപ്പെടാം. അപ്പൊ ഇതിന്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കും. അതായത് ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ എഴുതിയല്ലേ, പ്രിന്റ് എഫ് എക്സാമ്പിൾ നിങ്ങൾക്ക് ചിലവർ ക്ലാസ്സിലുണ്ടായിരുന്നു, ചിലവരില്ലായിരുന്നു, എന്നിട്ട് കാണിച്ചു തരാം. പ്രിന്റ് എഫ് എക്സ് ഈക്വൽ ടു മോഡ് ഡി കോമ ആംബസൻഡ് എക്സ്, ഇതായിരുന്നു എക്സാമ്പിൾ, കോമ ഐ കോമ ഐ ഇസ് ഈക്വൽ ടു 1. ഇതൊരു ഞാൻ എഴുതിയ ഒരു എക്സാമ്പിൾ ആണ് കേട്ടോ. അപ്പൊ ഇതിന്റെ നമ്മൾ എങ്ങനെയാണ് അനാലിസിസ് ചെയ്യാൻ തുടങ്ങി? ആദ്യം പ്രിന്റ് എഫിന് കൊടുത്തു അല്ലെ, പിന്നെ ബ്രാക്കറ്റ് കൊടുത്തു, പിന്നെ സ്ട്രിംഗ് ലിറ്ററൽ എല്ലാം എടുത്തു, അത് ഒരെണ്ണം ആക്കി എടുത്തു. പിന്നെ നമ്മൾ ഐ എടുത്തു, പിന്നെ നമ്മൾ കോമ എടുത്തു, പിന്നെ നമ്മൾ ഇ ഐ എടുത്തു, പിന്നെ നമ്മൾ ഈക്വൽ ടു എടുത്തു, പിന്നെ നമ്മൾ 1 എടുത്തു. ഇങ്ങനെയാണ് നമ്മൾ എടുത്തത് അല്ലെ. പിന്നെ വീണ്ടും നമ്മൾ ബ്രാക്കറ്റ് എടുത്തു, സെമി കോളൻ എടുത്തു. ഇങ്ങനെയാണ് നമ്മൾ എടുത്തത് നേരത്തെ. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്? ദിസ് ഇസ് ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. ലെഫ്റ്റ് ടു റൈറ്റിലേക്കാണ് നമ്മുടെ എന്ത് പോയത്? നമ്മൾ ഈ പറയുന്ന പോലെ അനലൈസർ റീഡ് ചെയ്യാൻ തുടങ്ങിയത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് അല്ലെ. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻപുട്ട് ബഫറിംഗിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ക്യാരക്ടറിനെ റീഡ് ചെയ്യുമ്പോൾ ഇൻപുട്ട് ക്യാരക്ടറിനെ റീഡ് ചെയ്യുന്നത് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആണ് നമ്മൾ റീഡ് ചെയ്യുന്നത്. ഓക്കെ, റീഡിങ് ഓഫ് ഇൻപുട്ട് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ മൊത്തത്തിൽ 2 പോയിന്റർ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ നമ്മൾ 2 പോയിന്റേഴ്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് പോയിന്ററിന്റെ പേര് പറയുന്നത് ബിഗിൻ പോയിന്റർ ആണ്. ഫസ്റ്റ് പോയിന്റർ ബിഗിൻ അണ്ടർസ്കോർ PTS, അതായത് BP എന്നാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് പോയിന്റർ ബിഗിൻ പോയിന്റർ ആണ്. ഈ ബിഗിൻ പോയിന്റർ ആണ് ആദ്യം മുതലുള്ള ട്രാക്ക് കീപ്പ് ചെയ്യുന്ന ആള് ബിഗിൻ പോയിന്റർ ആണ്. രണ്ടാമത്തെ പോയിന്റർ ആണ് ഫോർവേഡ് പോയിന്റർ, ഫോർവേഡ് അണ്ടർസ്കോർ PTS, അതായത് നമ്മൾ ബ്രാക്കറ്റിന്റെ അകത്ത് FP എന്ന് പറഞ്ഞിട്ട് ഇടും. ഓക്കെ, പിന്നെ ഇതിനകത്ത് വേറൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ലുക്ക് ഹെഡ് പോയിന്റർ ഉണ്ട്, which will scans ahead of the beginning pointer until the token is discovered. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് എഴുതി കാണിച്ചു തരാം എങ്ങനെയാണ് ഇൻപുട്ട് ബഫറിംഗ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 2 പോയിന്റർ ഉണ്ട്, ബിഗിനും ഫോർവേഡ് പോയിന്റർ ഉണ്ട്. അത് നമുക്ക് എപ്പോഴാണ്, അത് എവിടെയാണ് സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. അപ്പൊ പിന്നെ ഇതിന്റെ വേറൊരു പോയിന്റർ ഉണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലുക്ക് ഹെഡ് പോയിന്റർ ഉണ്ട്. ലുക്ക് ഹെഡ് പോയിന്റർ ഉണ്ട്. ലുക്ക് ഹെഡ് പോയിന്ററിന്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത് which scans ahead of the begin PTS until the token is discovered. Until the token is discovered. Okay. ഓക്കെ, അപ്പൊ നമ്മൾ ഈ വരയ്ക്കുന്നതിൽ ലുക്ക് ഹെഡ് പോയിന്റർ നമ്മൾ വരയ്ക്കാറില്ല. സാധാരണ ജനറലി പറയുകയാണെങ്കിൽ ബിഗിൻ പോയിന്ററും ഈ പറയുന്ന പോലൊക്കെ ഫോർവേഡ് പോയിന്ററും മാത്രമേ നമ്മൾ വരച്ച് ഡിഫൈൻ ചെയ്യാറുള്ളൂ. അപ്പൊ ലുക്ക് ഹെഡ് പോയിന്റർ എന്താണെന്ന് തന്നെ ക്ലിയർ പറഞ്ഞിട്ടുണ്ട്. അതായത് സ്കാൻസ് ഹെഡ് ഓഫ് ദ ബിഗിൻ PTS അണ്ടിൽ ദ ടോക്കൺ ഡിസ്കവേർഡ്. അതായത് നമ്മൾ ടോക്കൺ കണ്ടുപിടിക്കുന്നത് വരെ മാത്രമേ എന്തിന് റോൾ ഉള്ളൂ? ലുക്ക് ഹെഡ് പോയിന്ററിന് റോൾ ഉള്ളൂ. അപ്പൊ എക്സാമിന് നിങ്ങൾ ഇത്രയും ക്ലിയർ ആയി ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് മാർക്ക് കിട്ടത്തില്ല. അപ്പൊ നമുക്ക് ഞാനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതിന്റെ എക്സാമ്പിൾ ഞാൻ എഴുതാൻ പോകുന്ന എക്സാമ്പിൾ നോക്കിക്കോ. എഴുതാൻ പോകുന്ന എക്സാമ്പിൾ ഇന്റ് I, J semicolon I is equal to I plus 1 semicolon and J is equal to J plus 1 semicolon. ഓക്കെ, അപ്പൊ ഞാൻ ഇതില്
ഓക്കെ. അപ്പൊ ഇത് ഞാൻ എങ്ങനെയാണ് ഞാൻ ബഫറിംഗ് സ്കീം വഴി എന്താ ചെയ്യാമെന്ന് നോക്കാം. അപ്പൊ ഇത് ഞാൻ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ ആദ്യം ഞാനൊരു ബഫർ പോലത്തെ ഒരു ഇൻപുട്ട് സാധനം ഇങ്ങനെ വരയ്ക്കും. കണ്ടോ? അപ്പൊ എന്നിട്ട് ഞാൻ ഓരോന്നിനെയും ഓരോരോ കോളത്തിന്റെ അകത്തിട്ടുമാണ്. അതായത് ഐ ഒരു കോളത്തിന്റെ അകത്ത്, എൻ ഒരു കോളത്തിന്റെ അകത്ത്, ടി ഒരു കോളത്തിന്റെ അകത്ത്. ഓക്കെ. ഇൻറ്റ് കഴിഞ്ഞിട്ട് ഇവിടെ എന്തുണ്ട്? ഒരു സ്പേസ് ഉണ്ട്. കണ്ടോ? ആ സ്പേസിന് ഞാൻ നെക്സ്റ്റ് കോളത്തിന്റെ അകത്ത് ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഐ നെക്സ്റ്റ് കോളത്തിന്റെ അകത്ത് ഇട്ടു. വീണ്ടും കോമ ഒരു കോളത്തിന്റെ അകത്ത്, ജെ ഒരു കോളത്തിന്റെ അകത്ത്, സെമി കോളൻ വീണ്ടും ഒരു കോളത്തിന്റെ അകത്ത് ഇട്ടു. ഓക്കെ. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഐ ഇസ് ഈക്വൽ ടു ഐ പ്ലസ് 1 സെമി കോളൻ, ജെ ഇസ് ഈക്വൽ ടു ജെ പ്ലസ് 1 സെമി കോളൻ. കണ്ടല്ലോ? ഇങ്ങനെയാണ് ഞാൻ എന്ത് ചെയ്തത്? ഇതിനെ എഴുതിയത്. ഇനി എവിടെയായിരിക്കും ബിഗിൻ പോയിന്റർ? ഇവിടെയാണ് എൻ്റെ ബിഗിൻ പോയിന്റർ നിൽക്കുന്നത്. ഓക്കെ. ഇവിടെ തന്നെയാണ് എൻ്റെ ഫോർവേഡ് പോയിന്റർ നിൽക്കുന്നത്. അതിനൊന്നും മാറ്റില്ല. ഓക്കെ. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് ഇത് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാല് വീണ്ടും ഇതുപോലെ ഒരെണ്ണം വരയ്ക്കാം. ഓക്കെ. അപ്പൊ ഐ എൻ ടി സ്പേസ് ഐ കോമ ജെ സെമിക്കോളൻ ഐ ഈക്വൽ ടു ഐ പ്ലസ് 1 സെമിക്കോളൻ ജെ ഈക്വൽ ടു ജെ പ്ലസ് 1 സെമിക്കോളൻ. ഓക്കെ. അപ്പൊ ഇതിൽ എന്താന്ന് വെച്ചാൽ ബിഗിൻ പോയിന്റർ ഇവിടെ തന്നെ നിൽക്കും. ബിഗിൻ പോയിന്ററിന് യാതൊരു മാറ്റവും സംഭവിക്കില്ല. അപ്പൊ ഇവിടെ വരും ഫോർവേഡ് പോയിന്റർ ആദ്യം, ഇവിടെ വരും ഫോർവേഡ് പോയിന്റർ ആദ്യം, ഇവിടെ വരും ഫോർവേഡ് പോയിന്റർ ആദ്യം. ഇത് കഴിയുമ്പോൾ ഇവിടെ ഒരു ബ്ലാങ്ക് സ്പേസ് ആണ് എൻകൗണ്ടർ ചെയ്യുന്നത്. അപ്പൊ ഇത് വരെയുള്ള 3 എണ്ണത്തിനെയും ഈ ഫോർവേഡ് പോയിന്റർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു ടോക്കൺ ആക്കി അതെന്ത് ചെയ്യും? ബ്ലാങ്ക് സ്പേസ് വരുമ്പോൾ ഇതെന്ത് ചെയ്യും? ഇത് ഒരു ലെക്സിയും അല്ലെങ്കിൽ ഇതൊരു ടോക്കൺ ആണ് എന്ന് ആര് ഐഡന്റിഫൈ ചെയ്യും? ഫോർവേഡ് പോയിന്റർ ഐഡന്റിഫൈ ചെയ്യും. ഓക്കെ. അപ്പൊ ഇവിടെ വരെ എത്തുമ്പോൾ എന്ത് സംഭവിക്കും? ദ ഫോർവേഡ് പോയിന്റർ വിൽ ഐഡന്റിഫൈ. എപ്പോഴായിരിക്കും അത് ഐഡന്റിഫൈ ചെയ്യുന്നത്? വെൻ എ ബ്ലാങ്ക് സ്പേസ് occur, when a blank space occur, എന്താണ്? ഫോർവേഡ് പോയിന്റർ വിൽ ഐഡന്റിഫൈ the end as a token. ഓക്കെ. ഇതിൽ നമ്മളൊരു ടോക്കൺ ആയിട്ട് ആര് ഐഡന്റിഫൈ ചെയ്യും? ഫോർവേഡ് പോയിന്റർ ഐഡന്റിഫൈ ചെയ്യും. വെൻ ഇറ്റ് ഇവിടെ റീച്ച് ചെയ്യുമ്പോഴാണ് ആര് ഐഡന്റിഫൈ ചെയ്യുന്നത്? ഫോർവേഡ് പോയിന്റർ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ ഫോർവേഡ് പോയിന്റർ ഇവിടെ വെച്ച് ഐഡന്റിഫൈ ചെയ്ത് കഴിയുമ്പോൾ വാട്ട് വിൽ ഹാപ്പൻ ടു ദ നെക്സ്റ്റ് വൺ? എങ്ങനെയാണ് പിന്നെ നെക്സ്റ്റ് വൺ പോകുന്നത് നമുക്ക് നോക്കാം. ഓക്കെ. ഐ എൻ ടി പിന്നെ ഇവിടെ സ്പേസ് ഐ കോമ ജെ സെമിക്കോളൻ ഐ ഈക്വൽ ടു ഐ പ്ലസ് 1 സെമിക്കോളൻ ജെ ഇസ് ഈക്വൽ ടു ജെ പ്ലസ് 1 സെമിക്കോളൻ. അപ്പൊ ഇത് ഇത്രയും വരെ എത്തിയപ്പോഴല്ലേ ഫോർവേഡ് പോയിന്റർ ഐഡന്റിഫൈ ചെയ്ത്. അപ്പൊ ഇത് സ്പേസ് എൻകൗണ്ടർ ചെയ്തപ്പോ എന്താണ്? ബിഗിൻ പോയിന്ററും ഫോർവേഡ് പോയിന്ററും ഒരേ സ്ഥാനത്ത് വരും. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ഐയുടെ എവിടെയാണ്? അപ്പൊ ഐയുടെ അവിടെ ഈ പറയുന്ന ബിഗിൻ പോയിന്ററും ഫോർവേഡ് പോയിന്ററും വരും. വീണ്ടും എന്താണ്? ഐ കഴിഞ്ഞിട്ട് അടുത്ത വീണ്ടും ഫോർവേഡ് പോയിന്റർ കോമയിലേക്ക് പോകുമ്പോൾ അതെന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഒരു ഓപ്പറേറ്റർ ആണ് അല്ലെങ്കിൽ ഒരു പഞ്ച്വേറ്റർ ആണെന്ന് കാണും. അപ്പൊ വീണ്ടും എന്താണ്? ഐനെ എന്താക്കി വീണ്ടും കാണിക്കും? ഐഡന്റിഫയർ ആക്കി ടോക്കൺ ആക്കി കാണിക്കും. അപ്പൊ വീണ്ടും എന്ത് ചെയ്യും? ഫോർവേഡ് പോയിന്റർ ഇവിടെ വരുമ്പോൾ ബിഗിൻ പോയിന്റർ വീണ്ടും. അപ്പൊ ഇങ്ങനെ എന്ത് സംഭവിക്കുന്ന വെച്ചാൽ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇതിനെയാണ് ദിസ് ഇസ് ഹൗ ദ ലെക്സിക്കൽ അനലൈസർ റീഡ്സ് ആൻ ഇൻപുട്ട് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ഇങ്ങനെയാണ് ലെഫ്റ്റ് ടു റൈറ്റിൽ നിന്ന് ഇൻപുട്ട് റീഡ് ചെയ്യുന്നത്. ഇതാണ് ഒരു ബഫറിംഗ് സ്കീമിന്റെ ഒരു ടൈപ്പ്. ഓക്കെ. അപ്പൊ ഇതിൽ എന്ന് പറയുന്നത് ഇനി വേറൊരു കോൺസെപ്റ്റും കൂടെ ഉണ്ട്, അത് പറയാം. ഇതിപ്പോ ഒറ്റ സെറ്റിൽ നമ്മൾ എന്ത് ചെയ്തു? ഒറ്റ സെറ്റിൽ നമ്മൾ ഫുൾ ഇൻപുട്ട് എഴുതി ഒറ്റ രീതിയിൽ എഴുതി. അപ്പൊ ഇതെന്ന് പറയുന്നത് ഒരു ടൈപ്പാണ്. ഓക്കെ. ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്തൊരു കോൺസെപ്റ്റ് ആണ്. അതായത് 2 ടൈപ്പ് ഉണ്ട് അതിൽ. 1 ബഫർ സ്കീമും ഉണ്ട്, 2 ബഫർ സ്കീമും ഉണ്ട്. അപ്പൊ നമുക്ക് അടുത്തത് അത് നോക്കാം.
അപ്പൊ നമുക്ക് നെക്സ്റ്റ് സെക്കൻഡ് കോൺസെപ്റ്റ് പഠിക്കാം. അപ്പൊ ഇതിന്റെ അകത്ത് സെക്കൻഡ് കോൺസെപ്റ്റ് പറയുന്നത് വെച്ചാൽ നമുക്ക് ഇതിന്റെ അകത്ത് 2 മെത്തേഡ് ഉണ്ട്, 2 മെത്തേഡ്സ് ഉണ്ട്. അപ്പൊ നമുക്കത് നോക്കാം. 2 മെത്തേഡ്സ് ആണുള്ളത്. ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് അതിന് നമ്മൾ 1 ബഫർ സ്കീം എന്ന് പറയും. 1 ബഫർ സ്കീം നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഒരൊറ്റ ബഫർ മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, യൂസ് ചെയ്യത്തുള്ളൂ. അതാണ് 1 ബഫർ സ്കീം. Only 1 buffer is used to store the input value. We use only 1 buffer to store the input. Okay. Appa of course next second one എന്തുമായിരിക്കും, 2 buffer scheme. അത് പിന്നെ പറയാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാന്നുള്ളതേ ഉള്ളൂ, 2 buffer scheme. ഓക്കെ, അപ്പൊ നമുക്ക് 1 ബഫറും 2 ബഫറും എന്താണ് നോക്കാം. അപ്പൊ 1 ബഫർ ആകുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒറ്റ ബഫർ മാത്രമേ നമുക്ക് എന്ത് ചെയ്യത്തുള്ളൂ, ഡിഫൈൻ ചെയ്യത്തുള്ളൂ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ സെയിം കോൺസെപ്റ്റ് തന്നെയാണ് 1 ബഫറിൽ പറയുന്നത്. അപ്പൊ ഇതിന്റെ സെയിം ഇപ്പൊ i is equal to i plus 1. ഓക്കെ, ഇതാണെങ്കിൽ ഇങ്ങനെയുള്ള ഷോർട്ട് i is equal to i plus 1 സെമിക്കോളൻ, ഇങ്ങനെയുള്ള ഷോർട്ട് എല്ലാം നമുക്ക് നേരത്തെ പോലെ തന്നെയാണ് കേട്ടോ. ഫോർവേഡ് പോയിന്ററും ഉണ്ട്, ബിഗിൻ പോയിന്ററും ഉണ്ട്, ഫോർവേഡ് പോയിന്ററും ഉണ്ട്. അതിനൊന്നും ഒരു മാറ്റവും ഇല്ല. അപ്പൊ നേരത്തെ പോലെ ഇതിപ്പോ ഷോർട്ട് ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ, അതായത് ഇപ്പൊ ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് കാരണമാണ് നമ്മൾ 2 ബഫർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാല് അതായത് ഇപ്പൊ ഒരു ഡേറ്റ വളരെയധികം ടു ലോങ് ആണെന്നുണ്ടെങ്കിൽ, വളരെ വലുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 1 ബഫർ യൂസ് ചെയ്യാൻ പറ്റില്ല. സോ ഇഫ് ദ ഡേറ്റ ഇസ് ടു ലോങ് അല്ലെങ്കിൽ ഇൻപുട്ട് ഇസ് ടു ലോങ് അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇത് 1 ബഫർ സ്കീം യൂസ് ചെയ്യാൻ പറ്റില്ല. സോ വി മൂവ് ഓൺ ടു എന്താണ്, ഇത് 1 ബഫർ സ്കീമിന്റെ ആണ്, തെറ്റിപ്പോകരുത്. ഇത് 1 ബഫർ സ്കീമാണ് ഈ പറയുന്നത്. ഇത് 1 ബഫർ സ്കീം എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ ചെയ്ത അതേ സാധനം ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യണം കേട്ടോ. ഇനി അടുത്തത് ഇതിപ്പോ ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഡേറ്റ വളരെയധികം വലിയ, നമ്മൾ നേരത്തെ കണ്ടത് തന്നെ ഇതുവരെ എത്തിയല്ലേ ഡേറ്റ ഇൻപുട്ട് ബഫർ ചെയ്യുന്ന. അപ്പൊ കുറച്ചും കൂടെ കൂടുതൽ ഉണ്ടായിരുന്നെങ്കിലോ അല്ലെ. അപ്പൊ അതുപോലെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ അതുകൊണ്ട് നമ്മൾ എന്ത് യൂസ് ചെയ്യും, 2 ബഫർ സ്കീം യൂസ് ചെയ്യും. അപ്പൊ നമുക്ക് 2 ബഫർ സ്കീം നോക്കാം. 2 ബഫർ സ്കീം പ്രത്യേകിച്ച് പ്രത്യേകതകളൊന്നും ഇല്ല അതിന്. മറ്റതുപോലെ തന്നെ സെയിം തന്നെയാണ് 2 ബഫർ സ്കീമും. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ മറ്റതുപോലെ തന്നെയാണ് 2 ബഫർ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പിന്നെ ഇതിൻ്റെ അകത്ത് വേറൊരു പ്രത്യേകത എന്ന് വെച്ചാല് നമ്മൾ ഇതിന്റെ എൻഡ് കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ ഒരു സെന്റിനൽ യൂസ് ചെയ്യുന്നുണ്ട്. എൻഡ് കണ്ടുപിടിക്കാൻ നമ്മളൊരു സെന്റിനൽ യൂസ് ചെയ്യുന്നുണ്ട്. EOF എന്ന് പറയുന്നൊരു സെന്റിനൽ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്ത് കണ്ടുപിടിക്കാൻ, എൻഡ് കണ്ടുപിടിക്കാൻ. അപ്പം ഇതിൽ മറ്റതുപോലെ തന്നെയാണ് ഫോർവേഡ് പോയിന്ററും ബിഗിൻ പോയിന്ററും ഒക്കെ ഉണ്ട്, അതിനൊരു മാറ്റമൊന്നുമില്ല. പക്ഷെ ഇതിൻ്റെ അകത്ത് എൻഡ് കണ്ടുപിടിക്കുന്നത്, അതായത് ഇവിടെ 2 ബഫറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അതിന്റെ ഒരു എന്താണ് ഒരു സ്പ്ലിറ്റ് അപ്പ് കാണാം. അപ്പൊ നമ്മൾ നേരത്തെ എഴുതിയത് കാണാം, ഇൻഡ് ഐ, നമ്മൾ നേരത്തെ എന്താ എക്സാമ്പിൾ എഴുതി, ഇൻഡ് i is equal to i plus 1 സെമിക്കോളൻ. വീണ്ടും നമ്മൾ എന്ത് എഴുതി, j is equal to j plus 1 സെമിക്കോളൻ. ഇതാണ് നമ്മൾ നേരത്തെ എഴുതിയ ഇൻപുട്ട്. അപ്പൊ നമുക്ക് ഇതില് ഒരു പകുതി എടുത്താണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ ആദ്യം കുറച്ച് ഒരു ബഫറിൽ എഴുതാം. അപ്പൊ INT സ്പേസ് i ഈക്വൽ ടു i പ്ലസ് 1 സെമിക്കോളൻ ഇട്ടിട്ട് എൻഡ് ഓഫ് i, EOF. അതൊരു സെന്റിലാണ് എൻഡ് കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പൊ ഇവിടെ ബിഗിൻ പോയിന്ററും ഫോർവേഡ് പോയിന്ററും ഒക്കെ ഒരേപോലെ തന്നെയാണ്. ഓക്കെ, എന്നിട്ട് രണ്ടാമത്തെ ബഫറിലാണ് നമ്മൾ എന്ത് എഴുതുന്നത്, j is equal to j plus 1 സെമിക്കോളൻ എൻഡ് ഓഫ് i. ഓക്കെ, അപ്പോൾ ഇവിടെയും മറ്റതുപോലെ തന്നെയാണ്, ബിഗിൻ പോയിന്ററും ഫോർവേഡ് പോയിന്ററും ഉണ്ട്. 2 ബഫറിനും 2 ഉണ്ട്. ബാക്കി വർക്കിംഗ് എല്ലാം സെയിം തന്നെയാണ്. പക്ഷെ ഇതിൻ്റെ അകത്ത് ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നുണ്ട്, എൻഡ് ഓഫ് ഫയൽ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പൊ ഇതിൻ്റെ അകത്ത് ഒരു ബഫർ ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും കാര്യങ്ങൾ കിടക്കുവാണെങ്കിൽ നമുക്ക് രണ്ടാമത്തെ ബഫറിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൊണ്ടുപോകാൻ പറ്റും അല്ലെ. ഇപ്പൊ എൻഡ് ഓഫ് ഫയൽ എൻകൗണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഫോർവേഡ് പോയിന്ററിന് മനസ്സിലാകും എന്താണ്, ഈ ഒരു ബഫർ കഴിഞ്ഞിരിക്കുകയാണ്, ദെൻ വി ഷുഡ് മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് ബഫർ എന്ന് ഫോർവേഡ് പോയിന്ററിന് മനസ്സിലാവും. അപ്പൊ അതെന്ത് ചെയ്യും, അതുവരെയുള്ള ഡേറ്റ ഒക്കെ ഡിഫൈൻ ചെയ്തിട്ട് നെക്സ്റ്റ് ബഫറിലേക്ക് അതെന്ത് ചെയ്യും, മൂവ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് 2 ബഫർ സ്കീം എന്ന് പറയുന്നത്. ഇപ്പൊ ഇത് നമുക്ക് വേണമെങ്കിൽ ഈ സെമി കോളനെ കൂടെ ഇവിടെ നിന്ന് വേണമെങ്കിൽ മാറ്റി ഇവിടെ കൊടുക്കാം കേട്ടോ, അതും തെറ്റില്ല.
ഓക്കെ, അപ്പൊ നമുക്ക് ബഫർ എഴുതുന്നത് പോലെ ഇവിടെ 2 ബഫർ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് വി ആർ എന്താണ് സ്പെസിഫൈങ് ഇറ്റ് ആസ് എ നെയിം 2 ബഫർ സ്കീം. അപ്പോൾ ഒരു ബഫറെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ 1 ബഫർ സ്കീം. വർക്കിംഗ് എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ വർക്കിങ്ങിന്റെ സെയിം തന്നെയാണ്. 2 പോയിന്റേഴ്സ് ഉണ്ട്, ഫോർവേഡ് പോയിന്ററും ബിഗിൻ പോയിന്ററും. അതിനൊന്നും ഒരു മാറ്റമില്ല, ലുക്ക് ഹെഡ് പോയിന്ററും ഒക്കെ ഉണ്ട്. പക്ഷേ വ്യത്യാസം എന്ന് പറയുന്നത് എന്താണ്, ഡേറ്റ ഒരുപാട് വലുതാകുമ്പോൾ വി മൂവ് ഓൺ ടു ദ 2 ബഫർ സ്കീം. അവിടെ നമുക്ക് ഒന്നിലധികം 2 ബഫർ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ഒരു ബഫർ തികഞ്ഞില്ലെങ്കിൽ അടുത്ത ബഫർ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. അതെങ്ങനെ ഡിനോട്ട് ചെയ്യുന്നു, എൻഡ് കാണിക്കാൻ വേണ്ടി നമ്മൾ EOF എന്നൊരു സെന്റിനൽ കൊടുത്ത് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ച 2 മെയിൻ ടോപ്പിക്കാണ് പഠിച്ചത്. ഒന്ന് റൂൾ ഓഫ് എ ലെക്സിക്കൽ അനലൈസറും പിന്നെ ഒന്ന് നമ്മുടെ ഇൻപുട്ട് ബഫറിങ്ങും. ഇൻപുട്ട് ബഫറിംഗ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്തൊരു ടോപ്പിക്കാണ്. അതുകൊണ്ട് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.